ഓർമ്മകൾ നമ്മൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. താനേ സംഭവിക്കുന്നതല്ല. വി ക്രിയേറ്റ് മെമ്മറീസ്. ഓരോ നിമിഷവും ഇങ്ങനെ ഭംഗിയുള്ളൊരു നിമിഷമായിട്ട് രൂപപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു ആൽബം പരിശോധിക്കുന്ന കണക്കാണ്. വലിയ തിക്കായിട്ടുള്ള ആൽബം ആയിരിക്കും. പക്ഷെ അതിനകത്ത് ഒന്നോ രണ്ടോ ദൃശ്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിനിണങ്ങിയതായിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നേരത്തെ അറിയാമെങ്കിൽ മനസ്സിനിണങ്ങിയ, മനസ്സിന് പൊരുത്തമുള്ള ദൃശ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമ്മളെന്തിനാണ് ഇത്രയും വൈമുഖ്യം കാട്ടുന്നത്? ഓരോ നിമിഷവും ഇങ്ങനെ മെമ്മറിയാക്കി മാറ്റാൻ പറ്റും. എൻ്റെ ഒരു വളരെ അടുപ്പമുള്ളൊരു വ്യക്തി പറയുന്ന കണക്ക് ദർ ആർ ഓൺലി മൂമെൻറ്റ്സ്, ബാക്കി ഒന്നുമില്ല. നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് 6:10 6:10 മാത്രമേ ഉള്ളൂ. ഈ 6:10 ഏകാഗ്രമാക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അസൽ യേശുവൊക്കെ ഇന്നിൽ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഈ ഒരു വിചാരം കൂടി ഉണ്ടാവും. നമുക്കറിയാം, പുതിയ നിയമത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വാക്ക് ഈ നിമിഷം എന്നുള്ള വാക്കാണ്. ഈ നിമിഷം നിങ്ങൾക്ക് രക്ഷയുണ്ടായി, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർത്തിയായി, ഇപ്പോൾ നീ നിൻ്റെ ഭവനം രക്ഷ പ്രാപിച്ചു, നീ എന്നോടൊപ്പം ഇപ്പോൾ പർദീസയിലാണ്. ഈ നിമിഷത്തിൻ്റെ ഒരു സാക്രമെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, സാക്രമെൻ്റ് ഓഫ് നൗ. അത് പിടുത്തം കിട്ടിക്കഴിഞ്ഞെന്നാൽ ഓരോ നിമിഷവും നിലനിൽക്കേണ്ടതാണെന്നുള്ള ബോധ്യമുണ്ടാവുകയും അതെത്ര അഗാധമാക്കാനാവുമോ, എത്ര ഏകാഗ്രമാക്കാനാവുമോ അത്രയും ഏകാഗ്രതയിൽ നമ്മളതിനെ രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ എന്തോർമ്മ വെച്ചിട്ട് പോകുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മിക്കവാറും ഈ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും ഇടങ്ങളിൽ ഇങ്ങനെ കുർബാനയൊക്കെ നടക്കുന്നുണ്ടാകും. ഓരോ പുലരിയിലെയും കുർബാന എന്താ പറയുന്നത്? 2000 വർഷം മുമ്പ് കടന്നു പോയ ഒരാൾ വെച്ചിട്ട് പോയ മെമ്മറിയാണ്. ഓർമ്മ നിലനിർത്താനായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം ഭക്ഷണമാണ്. പിരിഞ്ഞു പോകുന്നതിൻ്റെ തലേരാവിലെ അവൻ അപ്പം എടുത്തിട്ട് പറഞ്ഞു, എപ്പോഴൊക്കെ നിങ്ങൾ അപ്പം മുറിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഓർമ്മിക്കണം. അത് വല്ലാത്തൊരു സ്പിരിച്വൽ ഇൻ്റലിജൻസാണ്. കാരണം പൊതുവേ നമ്മളൊരു 3 നേരമൊക്കെ ഭക്ഷിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഉണർന്നിരിക്കുന്ന ഓരോ 6 മണിക്കൂറിലും നിങ്ങളിലേക്ക് അയാളുടെ ഓർമ്മ കടന്നു വരികയാണ്. കൈമാറ്റം ചെയ്യപ്പെടേണ്ട, കൊണ്ടു നടക്കേണ്ട ആ ഓർമ്മകളുടെ ഭംഗിയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ഓർമ്മിച്ചാൽ നല്ലതാണ്. എന്തോർമ്മയാണ് നമ്മൾ വെച്ചിട്ട് പോകുന്നത്? അതും പ്രധാനപ്പെട്ടതാണ്. കുട്ടിക്കാലത്ത് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ കണക്കാണ് നമ്മൾ. ചിലപ്പോൾ ഇത്തിരി നേരത്തെ പോകേണ്ടി വരുന്നവർ തങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാനായിട്ട് ഇനി ആവശ്യമില്ല, അല്ലെങ്കിൽ ഇന്ന് കാത്തു നിൽക്കേണ്ടെന്ന് സൂചിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ച് പോകുന്ന ഒരു രീതി ഈ നാട്ടുമ്പുറത്തു നിന്ന് പഠിച്ചു വന്ന എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയെങ്കിൽ തെല്ല് നേരത്തെ പോകുമ്പോൾ നിങ്ങൾ വെച്ചിട്ട് പോകുന്ന ഓർമ്മ എന്താണ്? ദർ ആർ ഓൺലി മൂമെൻറ്റ്സ്. താങ്ക് യു.